ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതിലെ കഥകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഥകളിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി വരുന്നത്. ഓക്കെ, കഥകളി എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉത്തരം അപ്പോൾ എന്ത് കൊടുക്കണം? കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? കഥകളി. കഥകളിയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന പോയിൻ്റാണ് കേട്ടോ. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കഥകളി. ഓക്കെ ഓക്കെ കഥകളിയുടെ ആദ്യ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ് കേട്ടോ. രാമനാട്ടം എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. സോ കഥകളിയുടെ ആദ്യ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? രാമനാട്ടം. ഓക്കെ, രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ കലാരൂപം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. കഥകളിയുടെ ആദ്യ കലാരൂപം ഓക്കെ രാമനാട്ടം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ആട്ടക്കഥ കേട്ടോ. ആട്ടക്കഥ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം വരുന്നത് ആട്ടക്കഥയാണ് കേട്ടോ. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉത്തരം ആട്ടക്കഥ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വന്നിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിക്കാം. അത് മലയാളമാണ് കേട്ടോ. മലയാളമാണ് രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ. തെറ്റിപ്പോവരുത്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ് രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ വരുന്നത് കേട്ടോ. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ് കേട്ടോ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ അതെന്താണ്? സംസ്കൃതമാണ്. ഓക്കെ, കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ വരുന്നത് സംസ്കൃതം. രാമനാട്ടവും കൃഷ്ണനാട്ടവും ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. രാമനാട്ടം മലയാളമാണ്. ഓക്കെ, കൃഷ്ണനാട്ടം സംസ്കൃതമാണ് കേട്ടോ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചാൽ അത് വരുന്നത് സംസ്കൃതമാണ്. ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ടോട്ടൽ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക? കഥകളി. പറഞ്ഞേ, ടോട്ടൽ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ് കേട്ടോ. ടോട്ടൽ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് എന്താണ്? കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉത്തരം വരുന്നത് ഏതാണ്? കഥകളിയാണ് കേട്ടോ. കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏതാണ്? കലാരൂപം വരുന്നത് കഥകളി തന്നെയാണ് കേട്ടോ. ഓക്കെ, വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏതാണ്? കഥകളി കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ, ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ, കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന
പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5 എണ്ണം പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളിക്കൊട്ട്. കഥകളിയിലെ ആദ്യ ചടങ്ങാണ് എന്ത്? കേളിക്കൊട്ട്. കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേളിക്കൊട്ട് കേട്ടോ. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാടാണ് കേട്ടോ. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട്. ശ്രദ്ധിക്കുക, കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പുറപ്പാടാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നോട്ട് ചെയ്യുക കേട്ടോ. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടമാണ് കേട്ടോ. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ഏതാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം. ഉത്തരം തിരനോട്ടം. തിരനോട്ടമാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം. ഏതാണ്? തിരനോട്ടമാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം വരുന്നത് കേട്ടോ. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനാശിയാണ് കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ്. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വരുന്നത് ധനാശിയാണ് കേട്ടോ. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് ഏതാണ്? ധനാശിയാണ്. നമ്മൾ നേരത്തെ ആദ്യത്തെ കാര്യം പറഞ്ഞിരുന്നു. ഇത് അവസാനിപ്പിക്കുന്ന കാര്യം ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ധനാശി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക കേട്ടോ. ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന ആകെ മുദ്രകളുടെ എണ്ണം എത്രയാണ്? 24 കേട്ടോ. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന ആകെ മുദ്രകളുടെ എണ്ണം ഉത്തരം 24 കേട്ടോ. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? കൊല്ലമാണ് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലത്താണ് കേട്ടോ. ഉത്തരം വരുന്നത് കൊല്ലം. നോട്ട് ചെയ്യാം. പ്രശസ്ത കഥകളി കലാകാരന്മാർ ആരൊക്കെയാ? കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മംഗുളം വിഷ്ണു നമ്പൂതിരി. ഓക്കെ. പ്രശസ്ത കഥകളി കലാകാരന്മാർ ആരാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അവരുടെ പേരുകളൊന്ന് നോട്ട് ചെയ്യുക. പ്രശസ്ത കഥകളി കലാകാരന്മാർ കേട്ടോ. ഓക്കെ. ആരൊക്കെയാണ്? കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മംഗുളം വിഷ്ണു നമ്പൂതിരി കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കാം. കഥകളി വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച സാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ്
പച്ച. ഇതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയവരാണ് കേട്ടോ. അപ്പോൾ പച്ച, ആദ്യം തന്നെ നമ്മൾ കഥകളി വേഷങ്ങളിൽ പഠിക്കുന്നത് പച്ചയാണ്. സാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഇത് വരുന്നത് കേട്ടോ. ഉദാഹരണങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അടുത്തത് കത്തി. ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കത്തി. രാവണൻ, കംസൻ തുടങ്ങിയവയാണ് കേട്ടോ കത്തി. ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് എന്ത്? കത്തി കേട്ടോ, കത്തി. അടുത്തത് കരിയാണ്. രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കരി. ഓക്കെ, കരി. രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കരി. കരി, രാക്ഷസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ രൂപം ആലോചിക്കുക. അപ്പോൾ കരി ഏതാണ്? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കരി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. താടി. പ്രധാനമായും 3 തരം താടി വേഷങ്ങളാണുള്ളത്. നമ്മൾ താടീനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരം താടി വേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വെളുത്ത താടി. മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെളുത്ത താടി കേട്ടോ. വെളുത്ത താടി ഏതാണ്? ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ഏത്? വെളുത്ത താടി. ഓക്കെ. മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ. ഓക്കെ. മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ. ചുവന്ന താടി എന്ന് പറയുന്നത് എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി വരുന്നത്. ശ്രദ്ധിക്കുക, ചുവന്ന താടി എന്തിനെയാണ്? ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. കറുത്ത താടി, പിന്നെ വെളുത്ത താടി, ചുവന്ന താടി നമ്മൾ പറഞ്ഞു. ഓക്കെ. ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് കറുത്ത താടിയാണ്. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് ഏത്? കറുത്ത താടി കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് മിനുക്കാണ് കേട്ടോ. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് ഏത്? മിനുക്ക്. സ്ത്രീകളെയും, ശ്രദ്ധിക്കുക, സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് ഏത്? മിനുക്ക് കേട്ടോ, മിനുക്ക്. അപ്പം നമ്മൾ കഥകളിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.